പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ രാവിലത്തെ ചെറിയ കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് രാവിലെ ചോറിന് അരിയൊക്കെ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് അയമോദക വെള്ളമാണ് കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ രാവിലെ അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം രാവിലെ കുടിക്കും കേട്ടോ. പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ അയമോദക വെള്ളം പല്ല് തേക്കാൻ പോയപ്പോൾ ഞാൻ വെള്ളം അടുപ്പയിൽ വെച്ചിട്ട് പോയി തിരിച്ച് പല്ലൊക്കെ തേച്ച് വന്നപ്പോൾ വെള്ളമൊക്കെ തിളച്ച് ഞാൻ അത് കുറച്ച് ചൂടാറിയതിന് ശേഷം ഇളം ചൂടോട് കൂടിയിട്ട് രാവിലെ കുടിക്കും കേട്ടോ. മിക്ക ദിവസവും തന്നെ ഞാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ അത് രാവിലെ കുടിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് ഇന്നലെ ഇഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇന്നലെ ഇഡലിക്ക് അരച്ച് വെച്ചപ്പോഴത്തേക്കിന്ന് ഇപ്പം കുറച്ച് നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് അങ്ങ് പൊങ്ങിയിട്ടില്ല കേട്ടോ. കുറച്ച് നേരത്തെയൊക്കെ അരച്ച് വെച്ചിരുന്നെങ്കിൽ നന്നായിട്ട് പൊങ്ങിയാനായിരുന്നു. പിന്നെ ഇഡലി ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പുളി ഇല്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ സാധാരണ നന്നായിട്ട് മാവൊക്കെ പൊങ്ങി നല്ല പുളിയൊക്കെ വരും. അപ്പോൾ ഇത്തവണ ഇഡലിക്ക് പൊങ്ങിയിട്ടുമില്ല, അധികം പുളിയില്ല, പക്ഷെ നല്ല സോഫ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അയമോദക വെള്ളമൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ചെടികൾക്ക് ഇടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ചെടികൾക്കിടയിലൂടെ നടക്കാമെന്ന് പറഞ്ഞാൽ അധികം ചെടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെൻ്റെ ബോഗൺവില്ല ചെടിയാണ് കേട്ടോ ആദ്യം കണ്ടത്. അതിൽ നട്ട് വെച്ചിട്ട് അധികം നാളൊന്നും ആയില്ല, നിറയെ പൂവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂവുണ്ടായ സമയത്ത് ഞാൻ നാട്ടിൽ പോയത് കൊണ്ട് ആ പൂവെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ ആ ചെടിയിലെ പൂവെല്ലാം അങ്ങ് പൊഴിഞ്ഞ് ചെടിയൊക്കെ അങ്ങ് വാടിപ്പോയായിരുന്നേ. പിന്നെ വന്നതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്നായി വന്നതാണ് കേട്ടോ. ഇവിടുന്ന് ഈ മതിലിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കുറച്ച് ദിവസം നല്ല കാറ്റൊക്കെ ആയിരുന്നുകൊണ്ട് എൻ്റെ ആ ബോഗൺവില്ല ചെടി മതിലേന്ന് താഴോട്ട് മറിഞ്ഞ് ചെടി വെച്ചിരുന്ന ചട്ടിയൊക്കെ അങ്ങ് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്നിട്ട് വേറൊരു വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാനൊക്കെ മുറിച്ച് അതിനകത്തേക്ക് എൻ്റെ ചെടി അങ്ങ് ഇറക്കി വെച്ചതാണ് കേട്ടോ. 2 ചെടിച്ചട്ടി അങ്ങനെ ഇവിടുന്ന് മേളിൽ നിന്ന് കാറ്റ് വീശി പൊട്ടിപ്പോയായിരുന്നേ. അപ്പോൾ അങ്ങനെ ചെടികൾക്കിടയിലൂടെ ഞാനൊന്ന് ചെടിയൊക്കെ ഒന്ന് രാവിലെ ഒന്ന് ആസ്വദിച്ച് ചായയല്ല അയമോദക വെള്ളമൊക്കെ അവിടെ നിന്ന് കുടിച്ചിട്ട് ഞാൻ പിന്നെ അകത്ത് വന്ന് നിന്ന് ഒന്നും കൂടി ഒന്ന് കുടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ കുക്കറൊക്കെ വിസിലൊക്കെ വന്ന് 2 വിസിലായപ്പോഴത്തേക്കിന് കുക്കർ അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ 2 വിസിലേ ഞാൻ ചോറ് വയ്ക്കാൻ നേരം കുക്കർ വിസിലടുപ്പിക്കത്തുള്ളൂ. ചില ദിവസം റൈസ് കുക്കറിനകത്ത് വയ്ക്കും, ചില ദിവസം ഈ സാധാ കുക്കറിനകത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞ് കുക്കറൊക്കെ വിസിൽ കേട്ട് 2 വിസിലൊക്കെ ആയപ്പോൾ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇഡലി ഞാൻ കോരി ഒഴിക്കുവാണേ. എൻ്റെ ഇഡലി തട്ട് ചെറുതായതുകൊണ്ട് ഒരെണ്ണം വെച്ച് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 2 തട്ടിൽ വെച്ച് ഉണ്ടാക്കാമായിരുന്നു. ഇതിപ്പം ആദ്യത്തെ ഒരു തട്ടിൽ വെച്ച് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിന് അടിയിലത്തെ തട്ടിൽ വെള്ളം കയറും കേട്ടോ. പിന്നെ ഞാൻ ഒരു തട്ടി വെച്ച് അങ്ങ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇഡലിയൊക്കെ കോരി ഒഴിച്ചപ്പോഴത്തേക്കിന് ഒരു സൈഡിലോട്ട് അങ്ങ് ചെരിഞ്ഞു പോയേ. ആദ്യം അങ്ങ് കോരി ഒഴിച്ചപ്പോൾ ആ സൈഡിൽ ഇച്ചിരി കൂടുതൽ മാവ് കോരി ഒഴിച്ചുകൊണ്ട് അപ്പോൾ ഇഡലിയൊക്കെ അടുപ്പയിൽ വെച്ചിട്ട് ഞാൻ വെണ്ടയ്ക്ക അരിയുവാണ് കേട്ടോ. വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക അരിയുവാണ്. അപ്പോൾ വെണ്ടയ്ക്ക തോരനൊക്കെ വെക്കുന്നതിന് നല്ലത് മെഴുക്കുരട്ടിയൊക്കെ നല്ല ടേസ്റ്റാണേ. അങ്ങനെ വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞെടുത്തത് അടുപ്പയിൽ മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി വെക്കുന്നതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ലേ. അപ്പം സാധാരണ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെക്കാൻ അടുപ്പ് വെച്ചതിന് ശേഷം പിന്നെ അടുത്ത ഇഡലിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അതും അങ്ങ് റെഡിയാക്കി എടുത്ത് പിന്നെ ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇഡലിയും സാമ്പാറുമാണ്. പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇഡലി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ സാമ്പാറായിരിക്കും ചോറിനും ഇഡലിക്കും എല്ലാത്തിനും കൂടെ ഞാൻ കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി സാമ്പാർ ഇഡലിക്കും ചോറിനും കൂടി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നേ. കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ട് സാമ്പാറിന് അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ.
സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കഴുകി അരിഞ്ഞ് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് ഇച്ചിരി അധികം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ പച്ചക്കറിയൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരിപ്പ് ഇച്ചിരി കൂടുതൽ എടുത്ത് കഴിയുമ്പോൾ നല്ല കൊഴുപ്പൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പരിപ്പൊക്കെ കഴുകി കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് ഇനി നമുക്ക് ഇഡ്ഡലിയും കൂടെ റെഡിയായി. മൊത്തം ഞാൻ 3-4 ട്രിപ്പ് ഉണ്ടാക്കിയെടുത്ത് റെഡിയായി കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ആ അടുപ്പിലോട്ട് തന്നെ നമ്മുടെ കുക്കറിനകത്ത് പരിപ്പങ്ങ് വെച്ച് കൊടുക്കുവാണേ. അപ്പോഴത്തേക്കിനും നമ്മുടെ മെഴുക്കുരട്ടിയും കൂടി അങ്ങ് റെഡിയായിരുന്നു കേട്ടോ. മെഴുക്കുരട്ടി പെട്ടെന്ന് അങ്ങ് റെഡി ആവുമല്ലോ. ഒന്ന് ആവി കൊണ്ട് കഴിയുമ്പോഴത്തേക്കിനും നല്ല ഫ്രൈ ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ തുറന്നൊക്കെ വെച്ച് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയുടെ ആ കൊഴുപ്പൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ടിരിക്കും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ വിശേഷങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ എല്ലാം. രാവിലെ തന്നെ എൻ്റെ ജോലികൾ തീരും കേട്ടോ. ചോറും കറിയൊക്കെ ഇവിടെ ഹസ്ബൻഡിന് രാവിലെ എല്ലാം കൊണ്ടുപോകേണ്ടതുകൊണ്ട് രാവിലെ തന്നെ ഉച്ചയ്ക്കത്തെ എല്ലാം റെഡിയാകും കേട്ടോ. അപ്പോൾ ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ വെട്ടി മസാലയൊക്കെ തിരുമ്മി വൈകിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് 2 മീനെടുത്ത് വറക്കുവാണ് കേട്ടോ. അപ്പം കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് മീനും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് മീനും അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുവാണേ. അങ്ങനെ മീൻ വറുത്തത് അടുപ്പ് വെച്ചതിന് ശേഷം നമ്മുടെ കുക്കറൊക്കെ വിസിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു. അതൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇച്ചിരി വെള്ളം പോലെ ആദ്യം തോന്നിയെങ്കിലും നന്നായിട്ട് പരിപ്പ് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നുകൊണ്ട് നല്ല കുറുകി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ അങ്ങ് ഒഴിച്ച് കൊടുത്ത് ഇരിക്കുന്തോറും നമ്മുടെ സാമ്പാറൊക്കെ അങ്ങ് കുറുകി പോകുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മുടെ സാമ്പാറും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കറി വെക്കുന്നതിൻ്റെ ഒന്നും ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഇത് തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാത്തത്. അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളം വീണ്ടും കുറച്ചും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ സാമ്പാറൊക്കെ റെഡിയായി, മീൻ വറുത്തതും റെഡിയായി, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും റെഡിയായി, ഇഡ്ഡലിയും ചോറും എല്ലാം റെഡിയായി കേട്ടോ രാവിലെ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ സാമ്പാറൊക്കെ വെക്കുമ്പോൾ മല്ലിയില നമുക്ക് ആവശ്യമുള്ളൂ, അല്ലാതെ നമ്മൾ അധികം മല്ലിയിലയൊന്നും ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്തും കുറച്ചധികം മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ രാവിലത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം.